സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല ബാധിച്ച മരണം. മലപ്പുറം പൂക്കോട്ടൂരിൽ 7 വയസ്സുകാരനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വെള്ളിയാഴ്ചയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷിഗല്ല ബാധിച്ച ഈ വർഷം ഇതുവരെ 4 പേരാണ് മരിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷേ ആശങ്ക അകലുന്നില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് ഇപ്പോഴും, അല്ലേ? തീർച്ചയായും രോഹിണി, ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരനാണ് അല്പം മുൻപ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ ഷിഗല്ല ബാധിച്ച് നിലവിൽ 4 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമാണെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിലൊരു കുട്ടിയാണ് ഇന്ന് അല്പം മുൻപ് മരണപ്പെട്ടത്. ഈ കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു വയറിളക്കത്തെ തുടർന്ന് ഈ കുട്ടിയെ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് ഷിഗല്ലയാണ് എന്ന് കണ്ടെത്തുക. അപ്പോഴത്തേക്കും ഈ രോഗം വലിയ രീതിയിൽ മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഷിഗല്ല രോഗം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ സംബന്ധിച്ച് 135 ഷിഗല്ല കേസുകൾ ഈ ജനുവരി മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോടാണ്. ജനുവരി മുതൽ ഈ മാസം വരെ 68 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 4 മരണം കൂടി കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിലെ കിണറുകൾ പരിശോധിക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ. അതിനനുസരിച്ച് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ ഷിഗല്ല രോഗം ബാധിക്കുന്നത് മലിനമായ ഭക്ഷണം, മലിനമായ വെള്ളം, ഇതിലൂടെയാണ് ഈ രോഗം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കടക്കം കൊടുക്കുന്ന വെള്ളം അത് ചൂടാറി തണുത്ത്, അതായത് തിളപ്പിച്ച് 100 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും തിളപ്പിച്ച വെള്ളമായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതിൽ രക്ഷിതാക്കളടക്കം കനത്ത ജാഗ്രത പുലർത്തണമെന്ന് കൂടി ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും അത്യന്തം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള 7 വയസ്സുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.